തിയേറ്ററിൽ സമയത്ത് എത്താൻ പറ്റാത്ത കാരണം കൊണ്ട് പടങ്ങൾ മിസ്സായിട്ടുണ്ടോ? ഈ IFFKയിൽ എന്നാൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉദിക്കുന്നേയില്ല. അതിനൊറ്റ കാരണമേ ഉള്ളൂ, കേരള സവാരി. എന്താണ് കേരള സവാരി? നോക്കിയാലോ. രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സർക്കാർ ഇതേപോലെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തയ്യാറാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ആദ്യം പൈലറ്റ് പ്രോജക്റ്റായിട്ട് ട്രിവാൻഡ്രം കോർപ്പറേഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷം നമ്മളിപ്പോൾ സ്റ്റേറ്റ് ഒട്ടാകെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള നടപടിയിലാണ്. ഇതൊരു മൾട്ടി മോഡൽ ആപ്പാണ്. അതും രാജ്യത്ത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മൾട്ടി മോഡൽ ആപ്പ് കൊണ്ടുവരുന്നത് കേരള സർക്കാരാണ്. അതിനകത്ത് മെട്രോ ഉണ്ട്, വാട്ടർ മെട്രോ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് ആംബുലൻസ് അതിനകത്ത് കൊണ്ടുവരും. ആംബുലൻസ് സർവീസ് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആംബുലൻസ് സർവീസ് അതിനകത്ത് കൊണ്ടുവരും. അങ്ങനെ ഞങ്ങളത് അതിനെ രാജ്യത്ത് ഇതൊരു മാതൃകയായിട്ടുള്ള ഒരു ആപ്പായിട്ട് കൊണ്ടുവരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഇനിഷ്യേറ്റീവായിട്ട് IFFKയിൽ ഇപ്പോൾ ഇവിടെ വരുന്ന ഡെലിഗേറ്റ്സിനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാൻ ഒരു സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു ഫെസിലിറ്റി ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചില സമയത്ത് നമ്മൾ പടങ്ങളെല്ലാം ബുക്ക് ചെയ്യുമ്പോൾ ഒന്ന് ഇവിടെയായിരിക്കും, ഒന്ന് ചിലപ്പോൾ കൈരളി എന്നുള്ള സ്ത്രീ ആയിരിക്കും. അപ്പോൾ അവിടെ ഓടിയെത്താൻ നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇനി മുതൽ അങ്ങോട്ടുള്ള എല്ലാ IFFKയ്ക്കും നമുക്കിത് കാണാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് സാർ. ബാക്കിയുള്ള എക്സ്പാൻഷൻ ത്രൂ ഔട്ട് സ്റ്റേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെ വളരെ സപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ലേബർ മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നും ഒക്കെ ലഭിക്കുന്നുണ്ട്. വിശേഷാൽ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് വളരെ താല്പര്യം, അദ്ദേഹം വളരെ സപ്പോർട്ടീവാണ്. അപ്പോൾ ഞങ്ങളിത് വളരെ ഒരു നല്ല ഒരു രാജ്യത്ത് തന്നെ ഒരു മാതൃക ഒരു പരിപാടിയായിട്ട് ഞങ്ങൾ ഈ കേരള സവാരി പ്ലാറ്റ്ഫോം സർവീസ് അതും അതിനകത്ത് മൾട്ടി മോഡൽ, അതാണ് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ആ രീതിയിലേക്ക് തന്നെ ഉണ്ടാവും. അടുത്ത IFFKയിൽ ഇതിനേക്കാളും നല്ല ഇതിനേക്കാളും ഗംഭീരമായി വർണ്ണാഭമായിട്ട് ചെയ്യുന്നതാണ് സാർ പറയുന്നത്. ഇപ്പോൾ യൂബർ പോലെയുള്ള ആപ്പുകൾ വരുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ ജംഗ്ഷനിലൊക്കെ ഓടുന്ന അല്ലെങ്കിൽ അതുപോലെ സാധാരണയായിട്ട് നിൽക്കുന്ന പല ഡ്രൈവർമാരെയും അതുപോലെ അവരുടെ ജോലിയെയും ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ ബാധിക്കുന്നത് പല സിനാരിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സംഭവം വരുമ്പോൾ അവർക്കും കൂടെ അതൊരു എൻഹാൻസ്മെൻ്റ് അല്ലേ? തൊഴിലാളികളെ, നമ്മുടെ സാധാരണ പാവപ്പെട്ട ഡ്രൈവർമാരെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഒരിക്കലും അവർ പറ്റിക്കപ്പെടാൻ പാടില്ല. ഇതിനെ കുറച്ച് അതായത് ഇതൊന്ന് നല്ല രീതിയിലായി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് അവരുടെ വെൽഫെയർ ആക്ടിവിറ്റീസ് കൂടി ഇതിനകത്ത് കവർ ചെയ്ത് വരും. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള വാർത്തകൾ അറിയാൻ കഴിയുന്നതും റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നതും. ഒരുപാട് സന്തോഷമുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി ഒരു സർക്കാർ നിലകൊള്ളുന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് നല്ല ഇനിഷ്യേറ്റീവുകൾ ലേബർ കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ. ഒരുപാട് സന്തോഷം സാർ, അതിലൂടെ ഒരുപാട് അഭിമാനവും. ഓക്കെ, താങ്ക് യു. കേരള ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ലോക്കൽസിന് നമ്മളെ ഒരുപാട് കയ്യേറ്റം ചെയ്യാനോ അങ്ങനെ ഒരു ഇതിലിട്ട് വരുന്നില്ല. കാരണം നമുക്ക് ധൈര്യമാണ്. ഞാൻ പോലീസിനെ വിളിക്കുമെന്നാണ് പറയുന്നത് അവർ. ഞാൻ പറഞ്ഞു നിങ്ങൾ പോലീസിനെ വിളിച്ചോ, കാരണം നമുക്ക് സപ്പോർട്ടുണ്ട്, നമുക്ക് കേരള ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടുണ്ട്, നിങ്ങൾ പോലീസിനെ വിളിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള ഓരോ ഇത് നമുക്കപ്പോൾ ഇതുകൊണ്ട് എന്തായാലും ഇനി ഭയമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഡ്രൈവർമാർക്കും നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു ആപ്പാണിത്. ഇപ്പോൾ ഈ ആപ്പ് വന്നതിന് ശേഷം കൂടുതലും കസ്റ്റമറൊക്കെ ഈ ആപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ നമുക്കും പ്രോഫിറ്റുള്ള ഒരു കാര്യമാണ് ഈ ആപ്പ് എന്ന് പറഞ്ഞാൽ കേരള സവാരി എന്ന് പറയുമ്പോൾ. അത് കൂടുതൽ ആൾക്കിൽ എത്തിയാൽ ഇത് നല്ലൊരു വിജയമായിരിക്കും. മറ്റുള്ള ആപ്പിനെയും കാട്ടി ഇത് നമുക്ക് കുടുംബം പോറ്റി കൊണ്ടുപോകാൻ പറ്റും നല്ല രീതിയിൽ. കേരള സവാരി ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, അത് ഡൗൺലോഡ് ചെയ്ത് സാമ്പിൾ ട്രിപ്പൊക്കെ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ ഞാൻ കരുതുന്നത് IFFK പോലുള്ള പ്രോഗ്രാമിൽ പ്രൊമോഷൻ വരുന്നതോടുകൂടി പുറത്തുള്ളവർക്കും നമ്മുടെ ഇവിടെ ഉള്ളവർക്കും എല്ലാവർക്കും കുറച്ചും കൂടി കേരള സവാരിയുമായിട്ട് സഹകരിക്കാനും കൂടുതൽ ഇതുവഴി ട്രിപ്പുകൾ ബുക്ക് ചെയ്യാനും അതിലൂടെ നമുക്ക് മെച്ചമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.